ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് മീ അൻസാർ. പ്ലാസ്റ്ററിങ്ങിന് ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾ ഏത് ടൈപ്പ് തിരഞ്ഞെടുത്താലും ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് 10 വർഷമെങ്കിലും കഴിഞ്ഞവരോട് അഭിപ്രായം ചോദിക്കണം. കുറച്ചു കാലം മുമ്പ് വരെ പൂഴിയാണ് എല്ലാവരും തേപ്പിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പൂഴി കിട്ടാത്തത് കൊണ്ട് പീസാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പൂഴിയും പീസാൻഡും മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്തത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂഴിക്ക് ഉപ്പുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മഴക്കാലത്താണ് ഉപ്പിൻ്റെ അംശമില്ലാത്ത പൂഴി കിട്ടുക. ഉപ്പുണ്ടോ എന്നറിയാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി പൂഴി അലക്കി വായിലാക്കി തുപ്പിക്കളഞ്ഞാൽ മതി. അതേപോലെ തന്നെ പീസാൻഡ് ഇറക്കുമ്പോൾ വെറും പൗഡറായി പോകാനും പാടില്ല. ഇപ്പോൾ ഒരുപാട് പേര് ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിച്ച് വീട് തേക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. തേപ്പ് കഴിയുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ, പൈസയും സമയവും ഒക്കെ ലാഭിക്കാം. എന്നാലും ജിപ്സം പ്ലാസ്റ്ററിങ് കൊണ്ട് തേപ്പ് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞവരോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഒരു എക്സിബിഷനിൽ പോയപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കണ്ടു. ഫൈൻ പ്ലാസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ അപ്പോൾ തന്നെ ഒരു ചാക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി AK ബാപ്പുവേട്ടനെ കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യിപ്പിച്ച് നോക്കി. ഇവിടെയാണ് ഈ പ്രൊഡക്റ്റ് പരീക്ഷിക്കാൻ പോകുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ വെള്ളം മാത്രം ഒഴിച്ച് AK ബാപ്പുവേട്ടൻ പ്ലാസ്റ്ററിങ് തുടങ്ങി. സാധാരണ ഗ്രൗട്ട് ഒഴിച്ചാണ് പ്ലാസ്റ്ററിങ് ചെയ്യുക. ഇതിലിപ്പോൾ ഗ്രൗട്ട് ഒഴിക്കാനൊന്നുമില്ല. തേപ്പൊക്കെ കഴിഞ്ഞ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ പ്രൊഡക്റ്റിന് സിമൻറ്റും പൂഴിയും ഉപയോഗിച്ച് തേക്കുന്നതിനേക്കാൾ കോസ്റ്റ് കൂടുതലാണെന്ന് മനസ്സിലായി. 50 കിലോയുടെ ഒരു ചാക്കിന് 550 വില. പോരാത്തതിന് ടൈൽസ് വെക്കാനുള്ള സ്ഥലത്ത് റഫായി തേക്കുന്നത് ഇതിനെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്തത് പൊന്നോത്തുകുഴി ബാബുവേട്ടനാണ്. അവരുടെ നമ്പർ 9946770065. അത്യാവശ്യം നല്ല തിരക്കുള്ള ആളാണ് ബാബുവേട്ടൻ. അടിപൊളി പണിക്കാരും നീറ്റ് വർക്കുമാണ് ഇവരുടേത്. ഈ ഗ്രൂവ്സൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളം ചുമരിലൂടെ ഒലിച്ചിറങ്ങാതിരിക്കാൻ ഇതുപോലെ വാട്ടർ കട്ടിങ് ഇടാൻ മറക്കരുത്.